ഇത്ര വലിയ തിരിച്ചടി തിരുവനന്തപുരം കോർപ്പറേഷനിൽ സിപിഎം ഒരിക്കലും പ്രതീക്ഷിച്ചതല്ല. സംസ്ഥാനത്ത് പൊതുവിലുണ്ടായ കാരണങ്ങൾക്കപ്പുറം തിരുവനന്തപുരത്തെ തോൽവിക്ക് മറ്റ് ചില ഘടകങ്ങൾ കൂടിയുണ്ട്. എന്തൊക്കെയാണെന്നല്ലേ നോക്കാം. എന്തുകൊണ്ട് എങ്ങനെ തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഇടതുമുന്നണി പരാജയപ്പെട്ടു? ബി.ജെ.പി. അവരുടെ ചരിത്ര വിജയം എങ്ങനെ എന്തുകൊണ്ട് സ്വന്തമാക്കി? ഇത് നമുക്ക് വിശദമായി തന്നെ പരിശോധിക്കാം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ പൊതുവിൽ CPM-നും ഇടതുമുന്നണിക്കുമുണ്ടായ തിരിച്ചടിക്ക് നിരവധി കാരണങ്ങളുണ്ട്. തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഈ കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ ചില കാരണങ്ങൾ സംസ്ഥാന അടിസ്ഥാനത്തിലുണ്ടാകുന്ന കാരണങ്ങളാണ്, ചിലതാവട്ടെ പ്രാദേശികമായി രൂപപ്പെടുന്നതുമാണ്. അവരെ സ്വാധീനിക്കുന്ന വിഷയങ്ങൾ വ്യത്യസ്തവുമാണ്. ഇതേ കാരണങ്ങൾ തന്നെ തിരുവനന്തപുരത്തും പ്രകടമായിട്ടുണ്ട് എന്നതാണ് ചിത്രം. നമുക്ക് ആദ്യം സംസ്ഥാന കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ സംസ്ഥാന സർക്കാരിനെതിരായ വിലയിരുത്തൽ, അതായത് ഭരണവിരുദ്ധ വികാരം, അത് സ്വാഭാവികമായും തിരുവനന്തപുരത്തെ നഗരവാസികളെ സ്വാധീനിച്ചിട്ടുണ്ട്, അത് പ്രകടമായിട്ടുണ്ട്. മറ്റൊന്ന്, സർക്കാരിനെതിരെ ഏറ്റവും ശക്തമായി ഉന്നയിക്കപ്പെട്ട ശബരിമല വിഷയം, ശബരിമലയിലെ സ്വർണ്ണമോഷണ വിഷയം, അത് പ്രതിപക്ഷ രംഗത്തുള്ള കോൺഗ്രസും UDF-ഉം BJP-യും ഒരുപോലെ ഉന്നയിച്ചതാണ്. ഇത് സ്വാഭാവികമായും തിരുവനന്തപുരത്ത് ഏറെ ബാധിച്ചിട്ടുണ്ടാവാം, സ്വാധീനിച്ചിട്ടുണ്ടാവാം. പ്രത്യേകിച്ച് ഹിന്ദു വോട്ടുകൾക്ക് വലിയ സ്വാധീനമുള്ള തിരുവനന്തപുരത്ത് അത് നിർണായകമാവാം. പക്ഷേ അതിനുമപ്പുറം തിരുവനന്തപുരം നഗരസഭാ ഭരണം കൈവിട്ടതിന് മറ്റ് ചില കാരണങ്ങൾ കൂടിയുണ്ട്. കാരണം ഇതിലും മോശം രാഷ്ട്രീയ കാലാവസ്ഥയിൽ CPM-ന് ഭരണം കിട്ടിയ ഇടമാണ് തിരുവനന്തപുരം നഗരസഭ, അല്ലെങ്കിൽ നിലനിർത്തി പോന്നിരുന്ന ഇടമാണ് തിരുവനന്തപുരം നഗരസഭ. അവിടെ ഇത്ര വലിയൊരു തകർച്ച എങ്ങനെ ഉണ്ടായി എന്ന ചോദ്യമാണ്. അതിന് നിരവധി കാരണങ്ങൾ നമുക്ക് അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ പരിശോധിക്കാം. ഒന്ന്, നഗരസഭയിൽ തുടർച്ചയായി ഭരണത്തിലിരുന്ന ഇടത് ഭരണസമിതിക്കെതിരായ വികാരമാണ്. അതിന് ഒരു ഉത്തരവാദി നിലവിലുണ്ടായിരുന്ന മേയർ ആര്യ രാജേന്ദ്രൻ കൂടിയാണ്. അത് പരാമർശിക്കാതെ പോകുന്നത് ശരിയല്ല. കാരണം ആര്യ രാജേന്ദ്രനെ വലിയ സാധ്യതകളും വലിയ നേട്ടങ്ങളുമായിട്ടാണ് ഇടതുമുന്നണി മേയർ സ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത്. സംസ്ഥാനത്തെ രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്നതായിരുന്നു ആ ചൂണ്ടിക്കാണിച്ചത്. പക്ഷേ ആ രാഷ്ട്രീയ തീരുമാനം പിഴച്ചുപോയോ എന്നതാണ് പിന്നീടുണ്ടായ ചില സംശയങ്ങൾ. അനാവശ്യമായ പല വിവാദങ്ങളും ഉണ്ടായി. മേയർ ചെന്ന് ചാടുന്നു, മേയറുടെ പക്വതക്കുറവ്, മേയറുടെ ഓഫീസിൻ്റെ ഇടപെടലുകൾ, ഏറ്റവും ഒടുവിൽ KSRTC ബസ് തടഞ്ഞ് വിവാദത്തിലടക്കം അത് പൊതുവിൽ മുന്നണിക്കും ഭരണത്തിനുമെതിരായ ഒരു പ്രതിഫലനം കൂടിയായി മാറി എന്നതാണ് സാഹചര്യം. അങ്ങനെ ഘടകങ്ങൾ ഒന്ന് പരിശോധിക്കുമ്പോൾ മേയർ എന്ന വിവാദ കേന്ദ്രം ഭരണസമിതിക്ക് പൊതുവിൽ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട് ഉയർന്ന വിവാദങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനമായി ചൂണ്ടിക്കാട്ടാൻ കഴിയുന്ന ഒരൊന്ന് സ്മാർട്ട് സിറ്റി, തിരുവനന്തപുരം സ്മാർട്ട് സിറ്റി പ്രഖ്യാപനം, ആ പദ്ധതിയുടെ വൈകൽ വലിയധികം പ്രതിസന്ധി ഉണ്ടായി. നഗരസഭയിലെ റോഡുകളും മറ്റും ജനങ്ങളുമായി അടുത്ത് അവർക്ക് വീടിൽ നിന്ന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത സ്ഥിതി ദീർഘനാളുകളുണ്ടായി. റോഡുകൾ കുഴിച്ചിട്ടിരിക്കുകയാണ്. റോഡ് ഗതാഗതം അങ്ങേറ്റം തകരാറിലായ അവസ്ഥയുണ്ടായി. അത് മഴക്കാലം കൂടെ വരുമ്പോൾ അങ്ങേറ്റത്തെ ഗതികേടായിരുന്നു. അങ്ങനെ സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ വൈകൽ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും ആ പദ്ധതി വേഗത്തിലൊക്കെ പൂർത്തിയാക്കാൻ ശ്രമിച്ചുവെങ്കിൽ കൂടിയും ജനങ്ങളുടെ തീരുമാനം, അല്ലെങ്കിൽ ജനങ്ങളെ ഭരണസമിതിക്ക് എതിരാക്കാൻ ഒരു മുഖ്യ ഘടകമായി അത് മാറിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായും ചർച്ച ചെയ്യപ്പെട്ട മാലിന്യ പ്രശ്നം, തിരുവനന്തപുരത്തെ ആ മാലിന്യ പ്രശ്നം അത് അതേ രീതിയിൽ തന്നെ തുടർന്നു. അനാവശ്യമായി ഭരണസമിതിയിലുണ്ടായ ചില വിവാദങ്ങളുണ്ട്, അതും പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ സ്വാഭാവികമായ തെരുവുനായ ശൈല്യം പോലെ എല്ലായിടങ്ങളെയും ബാധിക്കുന്ന പൊതുവായ വിഷയങ്ങളും അവിടെ ഘടകമായിട്ടുണ്ട്. മറ്റൊന്ന്, തുടർച്ചയായി ഭരിക്കുന്നത് കൊണ്ടാവാം CPM-നകത്തുണ്ടായിരുന്ന റിഫ്റ്റ്, ചേരി പ്രശ്നങ്ങൾ, അവിടുത്തെ തർക്ക വിഷയങ്ങളൊക്കെ ഒരു പ്രധാനപ്പെട്ട കാരണമായി പ്രതിഫലിച്ച കാരണങ്ങളിലൊന്നാണ്. പ്രത്യേകിച്ച് സംഘടനാ തലത്തിൽ CPM-നകത്ത് കോട്ടയം, തിരുവനന്തപുരം ജില്ലയ്ക്കകത്തുണ്ടായിരുന്ന ആ പ്രതിസന്ധികൾ കോർപ്പറേഷൻ ഭരണത്തെയും വെല്ലുവിളിയിലും പ്രതിസന്ധിയിലുമാക്കിയിട്ടുണ്ട് എന്നതാണ് കാരണം. ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിലേക്ക് വന്നപ്പോൾ ഇത്തവണ വിമത സ്ഥാനാർത്ഥികൾ, ഒരുപക്ഷേ CPM-ലൊന്നും അത്ര പരിചിതമല്ല, അങ്ങനെ വിമത സ്ഥാനാർത്ഥികൾ പലയിടത്തും തലപൊക്കുന്ന സാഹചര്യമുണ്ടായി. അതിനുമപ്പുറം കണക്കെടുക്കുമ്പോൾ ചിലയിടങ്ങളിൽ പാർട്ടി വോട്ടുകൾ മറുചെറിയിലേക്ക് പോകാൻ ചില ബോധപൂർവ നീക്കങ്ങൾ പാർട്ടിയിൽ തന്നെ ഉണ്ടായി എന്ന ആക്ഷേപങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ സ്വന്തം പാളയത്തിലെ പട തന്നെ CPM-ന് ഈ തോൽവിക്ക് കാരണമായിട്ടുണ്ട് എന്നതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. കോർപ്പറേഷൻ ഭരണത്തിനെതിരെ കഴിഞ്ഞ 4 പതിറ്റാണ്ടിലധികമായി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന ഒരു ഭരണസമിതിക്കെതിരെ പൊതുവിലൊരു വികാരം ഉണ്ടാവേണ്ടതാണ്. ആ വികാരം അവിടെയും പ്രതിഫലിച്ചിട്ടുണ്ട് എന്നതാണ് സാഹചര്യം. അത് ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളിയായി മാറിയിട്ടുണ്ട് എന്നതാണ് തോൽവിക്ക് കാരണങ്ങൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണുന്നത്. ഇനി
ഇപ്പോൾ നമ്മൾ പരിശോധിച്ചത് സി പി എമ്മിന് എതിരായി പോയ CPM സ്വയം വരുത്തി വെച്ച ചില ഇടതുമുന്നണി സ്വയം വരുത്തി വെച്ച ചില പ്രശ്നങ്ങളാണ്. പക്ഷേ തോൽവിയിലേക്ക് നയിച്ച മറ്റു ചില കാരണങ്ങൾ കൂടി ഉണ്ടായിട്ടുണ്ട്. ആ കാരണങ്ങളിലൊന്ന് തുടർച്ചയായി കഴിഞ്ഞ 2-3 തെരഞ്ഞെടുപ്പുകളിലായി BJP ആണ് പ്രധാന പ്രതിപക്ഷമായി രംഗത്തുള്ളത്. BJP ഇത്തവണ ഞങ്ങൾ ഭരണം പിടിക്കും എന്ന് പറഞ്ഞ് അവർ നടത്തിയ ചില മുന്നൊരുക്കങ്ങൾ അത് സ്വാഭാവികമായും വെല്ലുവിളിയായിട്ടുണ്ട്. പ്രത്യേകിച്ച് നഗര വോട്ടർമാരെ സ്വാധീനിക്കാനുള്ള വലിയ നീക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട്. കേന്ദ്രത്തിലുള്ള BJP സർക്കാർ അതിന് സമാനമായ ചില പദ്ധതികൾ തലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നു. വിഴിഞ്ഞമടക്കമുള്ള പദ്ധതികൾ വന്നതോടുകൂടി ഇനി തലസ്ഥാന വികസനം സാധ്യമാകണമെങ്കിൽ BJP വരണമെന്ന പ്രചരണം അതൊരു പക്ഷേ വോട്ടർമാർ ഏറ്റെടുത്തിട്ടുണ്ടാവാം. തോൽവിയിലെ മറ്റൊരു കാരണമായി നമുക്ക് പരിശോധിക്കാനാവുന്നത് അതാണ്. മറ്റൊന്ന് രാജീവ് ചന്ദ്രശേഖരൻ എന്ന പുതിയ നേതൃത്വമാണ്. രാജീവ് ചന്ദ്രശേഖരൻ BJP അധ്യക്ഷനായി വന്നതോടുകൂടി വികസനം എന്ന ഒരു പൊതു അജണ്ട BJPയുടെ പതിവ് അജണ്ടകൾക്ക് വ്യത്യസ്തമായി വികസനം എന്നൊരു അജണ്ട മുന്നോട്ട് വെച്ചപ്പോൾ തലസ്ഥാനവാസികളെ കൂടുതൽ ആകർഷിക്കാൻ ഒരുപക്ഷെ അത് കാരണമായിട്ടുണ്ടാവാം. ജെൻസി വോട്ടുകൾക്കൊക്കെ വലിയ സ്വാധീനമുള്ള ഇടമാണ്. അതുകൊണ്ട് തന്നെ നഗര വോട്ടുകളെ അത് സ്വാധീനിച്ചിരിക്കാം. നഗരത്തിൽ കൂടുതലായും മറ്റു ജില്ലകളിൽ നിന്നും മറ്റും ജോലി ആവശ്യങ്ങൾക്ക് വേണ്ടി തിരുവനന്തപുരത്ത് വന്ന് താമസിക്കുന്ന നിരവധി ആളുകളുണ്ട്. അവരെയൊക്കെ സ്വാധീനിക്കാൻ ഒരുപക്ഷെ രാഷ്ട്രീയത്തിനപ്പുറം ഇത്തരം ചില മുദ്രാവാക്യങ്ങൾക്ക് കഴിഞ്ഞിരിക്കാം. മുൻ DGP ശ്രീലേഖയെ പോലെയുള്ളവരെ സ്ഥാനാർത്ഥിയാക്കുന്നു. അങ്ങനെ രാഷ്ട്രീയത്തിനപ്പുറമായ ചില പരീക്ഷണങ്ങളും നീക്കങ്ങളും BJP ആണ് മികച്ചത് എന്ന് തോന്നലുണ്ടാക്കാൻ ഒരു പക്ഷേ കാരണമായിരിക്കാം. അത് BJPക്ക് നേട്ടമുണ്ടാക്കാനും ഫലത്തിൽ ഇടതുമുന്നണിയുടെ നഷ്ടമാവാനും കാരണമായിരിക്കാം എന്നുകൂടി നമുക്ക് കരുതേണ്ടി വരും. മറ്റൊന്ന് നമുക്ക് പരിശോധിക്കാനാവുന്നത് കോൺഗ്രസിൻ്റെ കടന്നുവരവാണ്. യഥാർത്ഥത്തിൽ മുഖ്യമായും പരിശോധിക്കേണ്ട ഒരു കാരണവും കോൺഗ്രസിൻ്റെ കടന്നുവരവെയാണ്. കോൺഗ്രസ് ദുർബലമായപ്പോൾ അവിടെ BJPയുടെ വളർച്ചയുണ്ടായി. ഇതാണ് CPMഉം ഇടതുമുന്നണിയും പൊതുവിൽ ന്യായീകരിച്ചിരുന്നത് സാഹചര്യം. ഇത്തവണ കോൺഗ്രസ് തിരിച്ചു വരാൻ പരിശ്രമിച്ചപ്പോൾ അത് BJPയുടെ നഷ്ടമാവും എന്ന് തന്നെയാണ് ഈ കണക്കുകൂട്ടലുണ്ടായത്. പക്ഷേ തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ പരിശോധിക്കപ്പെടുമ്പോൾ സംഭവിച്ചിരിക്കുന്നതല്ല. കോൺഗ്രസിൻ്റെ തിരിച്ചുവരവ് UDFിൻ്റെ തിരിച്ചുവരവ് സംഭവിച്ചിരിക്കുന്നു. അവർ 10 സീറ്റിൽ നിന്നും 19 സീറ്റിലേക്കുള്ള വളർച്ച സാധ്യമാക്കി. പക്ഷേ അവർ പിടിച്ചെടുത്ത പല സീറ്റുകളും CPMൻ്റെ അല്ലെങ്കിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥികളുടെ സീറ്റുകളായിരുന്നു എന്നാണ് സാഹചര്യം. അതായത് ഫലത്തിൽ അത് കോൺഗ്രസിൻ്റെ വളർച്ച ഇടതുമുന്നണിയുടെ നഷ്ടമായി മാറി എന്നതാണ്. നമുക്ക് ചില മണ്ഡലങ്ങൾ തന്നെ ഉദാഹരണമായിട്ട് പറയാം. മുട്ടടയിൽ, കുന്നുകുഴിയിൽ, പാളയത്ത്, ഒപ്പം തന്നെ നന്ദൻകോട്, ഇങ്ങനെ ഇടങ്ങളിലൊക്കെ കോൺഗ്രസ് ഉണ്ടാക്കിയ പുതിയ സീറ്റുകൾ, പുതിയ വാർഡുകൾ അത് CPMൻ്റെ ഇടതുമുന്നണിയുടെ സിറ്റിംഗ് സീറ്റായിരുന്നു. സ്വാഭാവികമായും അത് CPMൻ്റെ നഷ്ടമായി BJPയുടെ നേട്ടമായി മാറി എന്നതാണ് രാഷ്ട്രീയ ചിത്രം പരിശോധിക്കുമ്പോൾ കാണുമ്പോൾ. അതായത് രാഷ്ട്രീയ തന്ത്രം പിഴച്ചതിൻ്റെ ഒരു കാരണം കൂടി ഈ തോൽവിക്ക് കാരണമായി നമുക്ക് കാണാൻ കഴിയും. മറ്റ് വിശ്വാസ വിഷയങ്ങളെല്ലാം ഇവിടെ പ്രതിഫലിച്ചിട്ടുണ്ട്. പൊതുവിൽ CPMന് എന്തുകൊണ്ട് ഭരണം നഷ്ടമായി എന്ന ചോദ്യത്തിന് ഉത്തരം കാണുമ്പോൾ മറ്റിടങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇത്തരം ചില കാരണങ്ങൾ കൂടി കാണാതെ പോകാനാവില്ല.